നമ്മുടെ എല്ലാവരുടെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് ഇന്നത്തെ റെസിപ്പി. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. തണുപ്പത്ത് മാത്രമല്ല ഏത് കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്ന ഈ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ വീതം ഉപ്പ്, കുരുമുളക് പൊടി, സോയ സോസ്, ഇത്രയും സാധനങ്ങളിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 3-4 വിസിലിന് നമുക്ക് കുക്ക് ചെയ്യാം. സാധാരണ പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ആദ്യം തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കൻ പീസ് കൈകൊണ്ട് ഒന്ന് ഷ്രെഡ് ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇനി 1 കപ്പ് സ്വീറ്റ് കോണാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്നൊരു 3-4 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ എടുത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മുടെ ചിക്കൻ സ്റ്റോക്കിലേക്ക് ആ ബാക്കിയുള്ള സ്വീറ്റ് കോണും അരച്ചു വെച്ച സ്വീറ്റ് കോൺ പേസ്റ്റും ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്വീറ്റ് കോൺ കുക്കായിട്ടുണ്ടാവും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അനിയൻസും സെലറിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അധികം തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് എത്ര തിക്കായിട്ട് സൂപ്പ് വേണം എന്നുള്ളതനുസരിച്ച് 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒഴിച്ച് തരിയില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം സൂപ്പിൽ ഒഴിക്കുക. അപ്പോൾ അത് ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലിരുന്നിട്ട് അത് തിക്കായിക്കോളും. ഇനി ഒരു മുട്ടയുടെ വെള്ള സൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് വളരെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു വെള്ള കളറിലുള്ള നാര് പോലെ അതിൻ്റെ മുകളിൽ ഉണ്ടാവുക. ഇനി ലാസ്റ്റായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, കുരുമുളക്, സോയ സോസൊക്കെ ഇത് ആവശ്യമുണ്ടോ നോക്കി ചേർത്ത് കൊടുത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.